എന്ത് പണിയാണ് ഈ കാണിച്ചേ? ഇങ്ങനെയാണോ സെർവ് ചെയ്യുന്നേ? എന്റെ ഡ്രസ് മൊത്തം നാശാക്കി. നീ കാല് വെച്ച് വീഴ്ത്തിയതല്ലേ? എന്താ മാഡം, എന്ത് പറ്റി? നിങ്ങൾ ഈ സപ്ലൈർ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന പണിയുണ്ടോ? നേരത്തെ ഞാൻ കുറ്റപ്പെടുത്തിയതിന്റെ ദേഷ്യത്തില് ഈ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്ന് മനപ്പൂർ എന്റെ ദേഹത്തേക്ക് മറിച്ചിട്ടു. നോക്ക്. എന്താ നിധി ഇത്? സർ, ഞാൻ മനഃപൂർവ്വം വീഴ്ത്തിയതല്ല. പിന്നല്ലാതെ നീ കൊണ്ടുവന്ന ജ്യൂസ് ഞാൻ സ്വയം എടുത്ത് എന്റെ ദേഹത്തേക്ക് ഒഴിച്ചു ആണോ? പറ. നീ മനപ്പൂർവ്വം ചെയ്തതാ ഇത്. എന്താ നിധി ഇത്? സെർവ് ചെയ്യുമ്പോ സൂക്ഷിക്കണ്ടേ? സർ, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കാം. ദേ, ഈ മാഡം ഓർഡർ ചെയ്ത ജ്യൂസ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അത് ദേ ഇരിക്കുന്നു. ഞാൻ പോവാൻ തുടങ്ങുമ്പോഴാ ഇവള് കാലെടുത്ത് വെച്ച്. ഇവളെന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. സോറി മാഡം. സർ, ഈ മാഡം ഞാൻ നടന്നു പോകുമ്പോ കാലെടുത്ത് വെച്ച് എന്നെ വീഴ്ത്താൻ നോക്കിയതാ. അങ്ങനെയാ ജ്യൂസ് ദേഹത്തേക്ക് വീണത്. ഇങ്ങനെ കള്ളം പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നടി? ഇത് നോക്കണം സർ, ഞാൻ ഓർഡർ ചെയ്തത് ഓറഞ്ച് ജ്യൂസാ. എനിക്ക് കൊണ്ടുവന്നത് പപ്പായ ജ്യൂസും. ഞാൻ പ്രഗ്നന്റ് ആണ്, എനിക്കിത് കഴിക്കാൻ പാടില്ല, ഒന്ന് മാറ്റി തരാൻ ഞാൻ ആവശ്യപ്പെട്ടു. അതിന്റെ ദേഷ്യം പുള്ളിക്കാരുടെ ഉള്ളിലുണ്ട്. പ്രഗ്നന്റ് ആയ ഒരു പെണ്ണിന് പപ്പായ ജ്യൂസ് കൊടുക്കുന്ന മോശമല്ലേ? ഞാനത് ചോദിച്ചെന്റെ ദേഷ്യത്തിലെ ഇവിടെ എന്നോട് ഇങ്ങനെ കാണിച്ചേ. ഞാനൊരു ഫംഗ്ഷന് പോവാൻ ഇറങ്ങിയതാ. ഞാൻ ഇനി എങ്ങനെ പോവും? നിങ്ങൾ തന്നെ ഒന്ന് പറ. സോറി മാഡം, പറ്റിപ്പോയി. ഇനി എന്ത് ചെയ്യാനാ? സോറി പറയണേ നിങ്ങളല്ലേ ഇവളാ. ഇവളെ കൊണ്ട് സോറി പറയിക്കണം. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ സോറി പറയില്ല. സോറി പറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്ഥാപനത്തിനാണ് മിസ്റ്റർ ഇതിന്റെ ദൂഷ്യം. നിധി സോറി പറയും. സർ, ഞാൻ ഇനി നിധി ഒന്നും പറയണ്ട. എന്റെ സ്ഥാപനമാണ് എനിക്ക് ഏറ്റവും വലുത്. നിധി സോറി പറഞ്ഞേ പറ്റൂ.